അഹമ്മദാബാദ് സ്ഫോടന കേസിലെ പ്രതികൾക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു എന്നുള്ളതാണ് നമ്മളെ തേടിയെത്തുന്ന ഏറ്റവും പുതിയ വാർത്ത. സംഗതി കുറച്ചു കാലം മുമ്പ് നടന്നതാണ്. 2002 ഉണ്ടായ ഗംഭീരമായ ഗുജറാത്ത് കലാപത്തിന് ശേഷം അതിന് പ്രതികാരം എന്ന രീതിയിൽ പല സ്ഥലത്തും സ്ഫോടനങ്ങളുണ്ടായി. സ്ഫോടനം എന്ന് വെച്ചാൽ ചെറിയ സ്ഫോടനമൊന്നുമല്ല, RDXും മറ്റുമൊക്കെ ഉപയോഗിച്ച് നടത്തിയ ഗടാഗടിയൻ സ്ഫോടനങ്ങളായിരുന്നു. ബോംബെയിലുണ്ടായി, ജയ്പൂരിലുണ്ടായി, അഹമ്മദാബാദിലുണ്ടായി, മറ്റ് പല സ്ഥലങ്ങളിലുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് അക്ഷർധാം ക്ഷേത്രത്തിൽ നടന്ന വലിയ ഭീകരാക്രമണമൊക്കെ. ആ കൂട്ടത്തിൽ നടന്ന സ്ഫോടനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 2008 ജൂലൈ മാസത്തിൽ അഹമ്മദാബാദിൽ നടന്നത്. 200 പേർക്ക് പരിക്ക് പറ്റി, 56 പേർ മരിച്ചു. അതിൽ ഏതാണ്ട് 49 പ്രതികളുണ്ടായിരുന്നു. 38 പേർക്കാണ് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചത്. 11 പേർക്ക് ജീവപര്യന്തം കൊടുത്തു. അങ്ങനെ കണക്ക് പൂർത്തിയായി. 38, 11, 49. 49 പ്രതികളെ ശിക്ഷിച്ചു. 11 പേർക്ക് ജീവപര്യന്തം, 38 പേർക്ക് മരണശിക്ഷ. ഇന്ത്യ രാജ്യത്ത് ഒറ്റ ക്രിമിനൽ കുറ്റത്തിന് ഏറ്റവും അധികം ആളുകൾക്ക് വധശിക്ഷ വിധിച്ച കേസ് ഇതാണ്. ഏറ്റവും അധികം പേർക്ക് വധശിക്ഷ സ്ഥിരീകരിച്ച കേസും ഇതാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഏറ്റവും അധികം പേർക്ക് വധശിക്ഷ വിധിച്ച കേസ് രാജീവ് ഗാന്ധി കൊലക്കേസായിരുന്നു. അതിന് 24 പ്രതികൾക്ക് മരണശിക്ഷയാണ് വിധിച്ചത്. ജീവപര്യന്തം ആർക്കും ഉണ്ടായിരുന്നില്ല. അത് ടാഡ കോടതിയായിരുന്നു. അതിൻ്റെ പുറത്ത് പിന്നെ സുപ്രീം കോടതിയിലേക്കാണ് അപ്പീൽ. നമ്മുടെ ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വിശദമായി വാദം കേട്ട് 4 പേർക്ക് വധശിക്ഷ വിധിച്ചു. ബാക്കിയുള്ളവരുടെ 7 8 പേർക്ക് ജീവപര്യന്തമാക്കി, ബാക്കിയുള്ളവരെ കുറ്റവിമോചനരാക്കി, കുറ്റമുക്തരാക്കി അവർ വീട്ടിൽ പോയി. ജീവപര്യന്തക്കാരനെ ജീവപര്യന്തം കഴിഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളും പിന്നീട് സുപ്രീം കോടതി പലതരത്തിലൊക്കെ പല അഭ്യാസങ്ങളുമൊക്കെ പയറ്റി അവർ പുറത്തിറങ്ങി. ആരും തന്നെ തൂക്കിക്കൊല്ലാൻ ഭരണകൂടത്തിന് സാധിച്ചില്ല. പക്ഷേ അഹമ്മദാബാദ് സ്ഫോടന കേസിൽ 2008 തുടങ്ങിയ നടപടിക്രമമാണ്. ഇപ്പോഴാണ് ഹൈക്കോടതി വിധി വന്നിട്ടുള്ള 38 പേരുടെയും വധശിക്ഷ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിചാരണ കോടതിയുടെ വിധി വന്നപ്പോൾ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റ് സാമൂഹ്യ ദ്രോഹികളൊക്കെ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വന്നു. വെറും 58 പേരെ കൊന്നതിന് 200 പേരെ പരിക്കേൽപ്പിച്ചതിന് 38 പേരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത് ശരിയല്ലോ. ആളെ കൊല്ലാനുള്ള അവകാശം മൗലികാവകാശമല്ലേ? തൂക്കിക്കൊല്ലാനുള്ള അവകാശം സർക്കാരിനില്ല. മനുഷ്യജീവൻ വിലയേറിയതാണ്. ബോംബ് കൊല്ലാനുള്ള അവകാശമുണ്ട്, പക്ഷേ തൂക്കിക്കൊല്ലാനുള്ള അധികാരമില്ല. ഇതാണ് ഇവരുടെ വാദത്തിൻ്റെ ഒരു ലൈൻ. അത് നല്ല വാദമാണ്. എനിക്കും ആ വാദം വളരെ ഇഷ്ടമാണ്. കാരണം മനുഷ്യന് ജീവൻ കൊടുക്കുന്ന ദൈവമാണ്. ജീവൻ എടുക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അത് ബോംബ് കൊല്ലാനുള്ള അധികാരം മനുഷ്യർക്കുണ്ട്, പക്ഷേ തൂക്കിക്കൊല്ലാൻ അധികാരം മനുഷ്യർക്കില്ല. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാദഗതി വളരെ രസകരവും വിചിത്രവും ഒന്നാലോചിച്ചാൽ ഭയാവഹവുമാണ്. ഇതിൽ നമ്മൾ മലയാളികളായ നമ്മളെ സംബന്ധിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യം, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ 4 പേര് മലയാളികളാണ്. ജീവപര്യന്തം കഠിന നടപടി വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും മലയാളികളുണ്ട്. ഒരു ആലുവക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനത്തിന് പ്രത്യേകിച്ച് വകയുണ്ട്. ഈ ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആലുവക്കാരുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോക സമാധാനത്തിന് ആലുവയുടെ സംഭാവന എന്ന വിഷയത്തെക്കുറിച്ച് ഭാവിയിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അഹമ്മദാബാദ് സ്ഫോടന കേസ് പ്രത്യേകമായിട്ട് പഠിക്കും എന്ന് ഞാൻ വിചാരിക്കും. മൂവാറ്റുപുഴയിൽ നമ്മൾ അധ്യാപകൻ്റെ കൈവെട്ടിയ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു. കൈവെട്ട് കേസിൽ ഞങ്ങളുടെ ആലുവക്കാരുണ്ടായിരുന്നു, ഉളിയന്നൂർക്കാരും കുഞ്ഞുണ്ടിക്കാരക്കാരും ആയ ചില സമാധാന പ്രേമികൾ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അവരുമൊക്കെ പിന്നീട് കമ്പി പിടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം. അതിൽ പ്രധാന പ്രതി ഇപ്പോൾ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ, അദ്ദേഹം ആലുവക്കാരനാണ്. അങ്ങനെ ആലുവയുടെ സ്ഥാനം ലോക സമാധാന ഭൂപടത്തിൽ ഒരു എണ്ണപ്പെട്ട സ്ഥാനം പിടിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിയെങ്കിലും നീതി നടപ്പായി എന്ന് വേണമെങ്കിൽ മരിച്ച ആളുകളുടെ വീട്ടുകാർക്ക് ബന്ധുക്കൾക്ക് സമാധാനിക്കാം. പക്ഷേ മനുഷ്യാവകാശ പ്രവർത്തനം സമർത്ഥനം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ്, കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതലായ ആളുകൾക്ക് പിടിപ്പത് പണിയായി. അവർക്ക് ഇന്നോട്ട് വധശിക്ഷയെ എതിർത്തുകൊണ്ട് വധശിക്ഷ ലോകത്തിന് ഹാനികരമാണ്, കുറ്റവാളികളെ ഉപദേശിച്ച് നന്നാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞ പോലെ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളെ കണ്ടുപിടിഞ്ഞാൽ അവരെ വിളിച്ചു വരുത്തിയിട്ട് സഹോദര മയക്കുമരുന്ന് വിൽക്കുന്നത് തെറ്റാണ്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്, പോലീസ് പിടിച്ചാൽ ജയിലിൽ പോകും, അതുകൊണ്ട് മേലിൽ വിൽക്കരുത് എന്ന് പറഞ്ഞ പോലെ ഇവരെയൊക്കെ വിളിച്ച് കുറേശ്ശെ ഉപദേശിച്ച് നന്നാവുന്നവരെ ഉപദേശിച്ച് നന്നാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്കും അഭിപ്രായം തന്നെയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് ഇവരുടെ ഉപദേശം.
ഇപ്പോൾ MA ബേബി ഒരു ഭാഗത്ത് ബിനോയ് വിശ്വം മറുഭാഗത്ത് നിന്നിട്ട് ഈ പ്രതികളെ ഉപദേശിക്കുന്ന രംഗം നിങ്ങൾ ആലോചിച്ചു. അവർ പറയും ഞങ്ങളെ തൂക്കിക്കൊന്നാൽ മതിയേ, ഉപദേശം കേൾക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ആ ജയിലിൻ്റെ മുകളിൽ നിർത്തി ചാടി മരിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് ഈ ഉപദേശമായിരിക്കും കുറച്ചുകൂടി കടുത്ത ശിക്ഷ അല്ലെങ്കിൽ കടുത്ത ശിക്ഷ എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എല്ലാ ധീര സേനാനികളെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ രക്തം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാണൻ കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മറ്റ് മൂല്യങ്ങളെയും കൂടുതൽ കൂടുതൽ പ്രകാശമാനമാക്കാൻ കഴിയട്ടെ. ഇത് അന്തിമവിധിയല്ല, സുപ്രീം കോടതി നമുക്കുണ്ട്. അവിടെയും ഗംഭീരന്മാരായ വക്കീൽമാരെ വെച്ച് വാദിപ്പിക്കണം. എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലുമൊക്കെ കോടതി വെറുതെ വിടും. ബാക്കിയുള്ളവർ ഈ വിചാരണ തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അപ്പീൽ പെൻഡിങ്ങിലിരിക്കുന്ന സമയത്ത് മരിക്കും എന്ന് നമുക്ക് സമാധാനിക്കാം. ഏതായാലും ഈ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എല്ലാ ധീര ശൂര പരാക്രമികളെയും പോരാളികളെയും പ്രത്യേകിച്ച് ആലുവക്കാരെ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുന്നു. ലോക ജനാധിപത്യം കൂടുതൽ സുരക്ഷിതമാകട്ടെ, കൂടുതൽ ശക്തമാകട്ടെ.